ചിറയൻകീഴിലേക്ക് പോവുകയാണ്. ചിറയൻകീഴ് ഇത്തവണ കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം രമ്യ ഹരിദാസ് വന്ന് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായ മനോജ് ഇത്തവണ അനൂപ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ള സവിശേഷതയുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിമാരെ കണ്ടുവരാം. ചിറയൻകീഴിൽ LDF-ന് വേണ്ടി മനോജ് ഇടമന, രമ്യ ഹരിദാസ് UDF-ന് വേണ്ടി BS അനൂപ് NDA-ക്ക് വേണ്ടി ഒരു വലിയ മത്സരം നടക്കുന്ന പ്രതീതിയുണ്ട് ചിറയൻകീഴിനെ സംബന്ധിച്ച്. ഇത്തവണ കോൺഗ്രസ് അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അവിടെ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്ന V ശശി അദ്ദേഹമാണ് മത്സരിച്ചിരുന്നത്. 2016-ൽ 14,000-ൽ പരം വോട്ട്, 2021-ൽ 14,017, കഴിഞ്ഞ തവണ 14,017 വോട്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിലാണ് അവിടെ ജയിച്ചത്. അവിടെ രമ്യ ഹരിദാസിനെ കൊണ്ടുവരുമ്പോൾ അത് കോൺഗ്രസ് ചില പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ അത്യാവശ്യം കോൺസെൻട്രേഷൻ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ചിറയൻകീഴ്. തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ചില സൂചനകളും അവിടെ ദൃശ്യമായിരുന്നു. അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ ചിറയൻകീഴ് കഴിഞ്ഞ 3 തവണയായി മണ്ഡല പുനർനിർണയത്തിന് ശേഷം തുടർച്ചയായി 3 തവണ V ശശി ജയിച്ചു വന്നിരുന്ന CPI-യുടെ മണ്ഡലമാണ് ചിറയൻകീഴ്. ചിറയൻകീഴിൽ ഇത്തവണ ഒരു വലിയ അട്ടിമറി നടക്കുകയാണോ? രമ്യ ഹരിദാസ് ചിറയൻകീഴ് പിടിക്കുകയാണോ? വരട്ടെ സ്ക്രീനിൽ. സൂചന അങ്ങനെയല്ല. 42.61 മനോജ് ഇടമന ജയിച്ചേക്കാമെന്ന സൂചനയാണ്. UDF-ന്റെ വോട്ടാലി 30-ൽ നിൽക്കുകയാണ്. NDA-യുടെ വോട്ട് വിഹിതം 27.39 ഉയരുന്നു. അതൊരു സൂചനയാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനൂപാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ ചിറയൻകീഴിൽ BJP നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. ഏതാണ്ട് 30,000-ൽ പരം വോട്ട്. ഇപ്പോഴത്തെ ആശാനാഥ്, തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അങ്ങനെ വോട്ട് സമാഹരിച്ച ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായി കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതെ, അതായത് കഴിഞ്ഞ തവണ ആശാനാഥ് മത്സരിച്ചപ്പോൾ 21% വോട്ടായിരുന്നു NDA-യുടേത്. അത് 26% ഉയരുന്നു എന്ന് കാണുന്നു. അപ്പോൾ LDF അവിടെ വോട്ട് കുറഞ്ഞാലും വോട്ട് വിഹിതം കുറഞ്ഞാലും തടി കേടാതെ രക്ഷപ്പെടാനുള്ള സാഹചര്യമാണോ? LDF-ന്റെ വോട്ട് ബേസിൽ വലിയ കാര്യമായ ചോർച്ച ഉണ്ടാവുന്നില്ല. പക്ഷേ UDF-ലേക്ക് നോക്കുമ്പം ആ വോട്ട് കംപ്ലീറ്റ്ലി BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. BS അനൂപ് പിടിക്കുന്നത് UDF-ന്റെ വോട്ടായിരിക്കും. BS അനൂപ് പിടിക്കുന്ന UDF-ന്റെ വോട്ടുകൾ ഒരു പങ്കുണ്ട്. കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചിട്ടുള്ള വോട്ടുകൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ BJP-ക്ക് ഒരു ഗ്രാജുവലി ഒരു വളർച്ച ഉണ്ട് ആ മണ്ഡലത്തിൽ. അതിപ്പോൾ ലോക്സഭയിൽ നമ്മൾ V മുരളീധരന്റെ വോട്ട് പരിശോധിച്ചാൽ, ഇപ്പം റീസെന്റ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിശോധിച്ചാലൊക്കെ അവർക്ക് BJP ഒരു വർധന അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു ആനുപാതിക വർധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു രമ്യ ഹരിദാസിന് പോലെ മറ്റു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ പെർഫോമൻസ്, ലൈക്ക് ഞാൻ പറഞ്ഞത് BS അനൂപ് അവിടെ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു എതിർപ്പ് പ്രാദേശികമായിട്ടുണ്ടോ, അത് ഈ വോട്ട് ഷെയറിൽ കുറയുന്നുണ്ടോ? പക്ഷേ അതേസമയം LDF-നെ സംബന്ധിച്ച് അവർ കംഫർട്ടബിൾ ആണ്. ഈ ഇത്രയും വലിയ മാർജിൻ ഉണ്ടാവാൻ കാരണം രണ്ടാമത് വരുന്ന മുന്നണി വളരെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു മാർജിനിലേക്ക് രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിൽ വലിയൊരു മാർജിൻ. ചിറയൻകീഴ് പഴയ ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള കയർ തൊഴിലാളി കാര്യങ്ങളൊക്കെയുള്ള വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 2 പഞ്ചായത്തുകൾ ഇപ്പോൾ NDA ഭരിക്കുന്നു, 1 പഞ്ചായത്തെ LDF ഭരിക്കുന്നുള്ളൂ. അത് സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലായിടത്തും പ്രവചനാതീതമായ മത്സരമാണ്. നമുക്ക് പഴയ പാരമ്പര്യം. കൗതുകം ഞാനിതിൽ കണ്ടത്, സാധാരണ ഏതെങ്കിലും മുന്നണി മാറി വരുന്ന സ്ഥാനാർത്ഥികളെ മറ്റിപ്പം PK ശശി നമ്മൾ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ PK ശശിയെ ഉൾക്കൊള്ളാൻ ഒരു പാട് UDF-കാർക്കുണ്ട് അവിടെ, അദ്ദേഹത്തിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ. പക്ഷെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥികളെയും മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്നതിന്റെ പേരിൽ BJP പ്രവർത്തകർക്കോ ഒരു എതിർപ്പ് അവരെവിടെയും പ്രകടമാക്കുന്നില്ല. BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളെ കിട്ടുക അവരത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സാധാരണ കോൺഗ്രസിന് കഴിഞ്ഞ തവണ മത്സരിച്ച ഒരാളിനെ ഇവിടേക്ക് കിട്ടുമ്പോൾ അവർക്ക് സന്തോഷം. അങ്ങനെ ഒരു എതിർപ്പില്ല. നമ്മളിപ്പം പരിശോധിക്കുകയാണെങ്കിൽ താഴെത്തട്ടിലെ BJP-ക്കാർ ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര പേരുണ്ട്, അവരെ പരിഗണിച്ചില്ല എന്നൊരു പരാതി ഒരിടത്തും എത്രയോ സ്ഥാനാർത്ഥികൾ ഇപ്പം നമ്മൾ ആറ്റിങ്ങലിലേക്ക് നോക്കുമ്പം, വർക്കലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു CPM ഏരിയ കമ്മിറ്റിക്കും BJP താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ചാത്തന്നൂരാണെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരനായ B ഗോപകുമാർ മത്സരിക്കുന്നു. ഇവരോടൊന്നും BJP-ക്കാർക്ക് തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കാതെ ഇവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന എതിർപ്പ് അത് വളരെ കൗതുകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സർവേയിൽ സാമ്പിൾ ശേഖരിക്കുമ്പോൾ